പ്രണവ് മോഹൻലാലിനെ നായകനാക്കി കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന ഒരു പാൻ ഇന്ത്യൻ ചിത്രം വരുന്നു. അതുപോലെ ആ ഒരു സിനിമയിൽ ലാലേട്ടന് ഒരു ക്യാമിയോ റോൾ എത്തുന്നെന്നൊക്കെയാണ് ഇപ്പോൾ റൂമേഴ്സ് വരുന്നത്. പ്രണവ് മോഹൻലാലിനോട് ഈ ഒരു സിനിമയുടെ കഥ പറഞ്ഞെന്നും പ്രണവ് മോഹൻലാലിന് ഈ ഒരു സിനിമയുടെ കഥ ഇഷ്ടമായെന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. അതുപോലെ ഈ ഒരു പാൻ ഇന്ത്യൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സാണ്. എല്ലാം നല്ലതുപോലെ സംഭവിക്കുകയാണെങ്കിൽ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാവും. ഗോട്ട് സിനിമയുടെ ഇതുവരെയുള്ള കളക്ഷൻ നമുക്ക് നോക്കാം. 11 ദിവസം കൊണ്ട് 400 കോടിയിലേക്ക് സിനിമയുടെ കളക്ഷൻ എത്തിയിട്ടുണ്ട്. മിക്സ്ഡ് റിവ്യൂസൊക്കെ കിട്ടിയിട്ടും ഗോട്ട് സിനിമയ്ക്ക് നല്ലൊരു കളക്ഷനാണ് നേടാൻ സാധിച്ചിട്ടുള്ളത്. എന്നാലും കേരളത്തിലും ആന്ധ്രയിലും ഒക്കെ സിനിമ ദുരന്തമായിട്ട് മാറിയിട്ടുണ്ട്. ദളപതി വിജയുടെ അവസാന ചിത്രമായിട്ട് വരുന്ന ദളപതി 69 എന്ന സിനിമയിൽ വിജയ് വാങ്ങുന്ന സാലറി എത്രയാണെന്ന് നമുക്ക് നോക്കാം. GST അടക്കം 275 കോടി രൂപയാണ് വിജയ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രതിഫലമായിട്ട് വാങ്ങുന്നത്. ഇതിൽ 75 കോടി GST ആണ്. ഇനി സംവിധായകനായ H വിനോദിൻ്റെ പ്രതിഫലം 20 കോടിയും സിനിമയ്ക്കായിട്ട് മ്യൂസിക് ഒരുക്കുന്ന അനിരുദ്ധിൻ്റെ പ്രതിഫലം 15 കോടിയുമാണ്. H വിനോദും കമൽഹാസനും ഡ്രോപ്പ് ചെയ്ത KH-233 എന്ന സിനിമ തന്നെയാണ് ദളപതി 69 എന്നാണ് പറയുന്നത്. കാരണം രണ്ട് സിനിമകളുടെ പോസ്റ്റേഴ്സിലേക്കുള്ള സിമിലാരിറ്റിയും അതുപോലെ ജോണറും ഒന്നാണ്. ഈ രണ്ട് ചിത്രങ്ങളും ഒരു പൊളിറ്റിക്കൽ ആക്ഷൻ ഫിലിമാണ്. എന്തായാലും രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന വിജയ്ക്ക് ഇതൊരു നല്ല ചിത്രം തന്നെ ആയിരിക്കും. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.